ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാത്തിരുന്ന കാട്ടിൽ പോകുന്ന എപ്പിസോഡ്സ് ആണ് വരുന്നത്. അത് ശ്രുതി എങ്ങനെയാണ് അശ്വിന്റെ കാറിൽ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഭാഗമായിട്ട് പറയാം, നാളെ ഫുൾ എപ്പിസോഡായിട്ട് പറയാം കേട്ടോ. അത് വേറൊന്നല്ല, ലാവണ്യാണ് അശ്വിന്റെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ലാവണ്യ സ്പാ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞില്ലേ. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ ഫേഷ്യലും കൂടി ചെയ്യും കേട്ടോ. മുഖത്ത് ഒരു ചെറിയ കുരു വന്നിട്ടുണ്ടാവും, അതിനു വേണ്ടി ഫേഷ്യൽ ചെയ്യും. ഫേഷ്യൽ ചെയ്യുമ്പോഴേക്കും മുഖത്ത് റിയാക്ഷൻ വന്നിട്ട് മുഖത്തൊക്കെ തടിച്ച് ചുവന്നിരിക്കും കേട്ടോ. അതുകൊണ്ട് ലാവണ്യ തിരിച്ച് വീട്ടിലുമ്പോൾ ഷോള് കൊണ്ടൊക്കെ മറച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോഴേക്കും അഞ്ജലിയും അതുപോലെ തന്നെ മനോരമയും ചോദിക്കുന്നുണ്ട്, ലാവണ്യ നീ എന്തിനാ ഷോള് കൊണ്ട് മുഖം മറച്ചിരിക്കുന്നത് പറയുമ്പോൾ റിയാക്ഷൻ പറ്റി. റിയാക്ഷനോ അതേന്ന് പറഞ്ഞിട്ട് മുഖം മാറ്റുമ്പോൾ അവർ കാണാം. അയ്യോ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴോ ഫേഷ്യൽ ചെയ്തതാണെന്ന് പറയുവാണ്. അപ്പോൾ അയ്യോ ഇനി ഈ കോലത്തിൽ എങ്ങനെ അവൻ്റെ കൂടെ പോകും, ഞാനേ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് മനോരമ പറയണ്ട. അപ്പോഴേക്കും അശ്വിൻ വരുന്നുണ്ട്. ലാവണ്യ സമയം ഒത്തിരി ആയിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള മീറ്റിംഗ് ആണ്, 1 മണിക്കൂർ മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ചെന്നൈയിലേക്ക് എത്തണമെന്ന് പറയുവാണ്. നീ എന്തെന്നെ മുഖത്ത് നോക്കാത്തത് ലാവണ്യ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അശ്വിന ഞെട്ടിക്കുന്ന കാഴ്ച കാണില്ല. അവളുടെ മുഖത്ത് ഇവിടെയും ഇവിടെ ഇങ്ങനെ ചുവന്ന് തടിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് ഇതെന്ത് കോലോ ലാവണ്യ, നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സോറി അശ്വിൻ, ഞാൻ സ്പാ ചെയ്യാൻ വേണ്ടി പാർലറിൽ പോയതാ. സ്പാ ചെയ്യാനോ, നിനക്ക് അതിൻ്റെ ആവശ്യം എന്തിരിക്കണോ, എന്തിനാ ബ്യൂട്ടി പാർലറിലൊക്കെ പോണത് അത് പറയാണ്. വെറുതെ ആവശ്യത്തെ പണി മേടിച്ച് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിന് ദേഷ്യം വരും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആശുപത്രി കാണിക്കാണ്ട് വരാൻ പറ്റുന്നില്ല, എനിക്ക് സമയമില്ല, ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുവാണ്. ആ സമയം നമ്മുടെ ശ്രുതി ഇതൊന്നും അറിയാണ്ട് എന്താ ചോദിച്ചാൽ പക്കാവട ഒരു പാത്രത്തിലാക്കിയിട്ട് ഭദ്രമായിട്ട് നമ്മുടെ അശ്വിൻ്റെ വണ്ടിയുടെ ഡിക്കിയിൽ വെക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. കാരണം അവരൊക്കെ വിഷന്ന് കഴിയുമ്പോഴേക്കും ഒരു സർപ്രൈസ് പോലെ ലാവണ്യെ പക്കാവട കൊടുക്കും. അതായിരുന്നു ശ്രുതിയുടെ പ്ലാൻ കേട്ടോ. അങ്ങനെ പക്കാവട ഡിക്കിയിൽ വെക്കുമ്പോഴേക്കും ശ്രുതിയുടെ ഷോള് ഡിക്കിയിൽ കുടുങ്ങി പോകുവാണ്. ശ്രുതി അത് പിടിച്ച് വലിക്കുമ്പോഴേക്കും ശ്രുതിക്ക് വണ്ണവും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ഡിക്കി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറിയാണ്ട് ശ്രുതി അതിലേക്ക് വീണ് പോവാണ്. കാല് തെറ്റിയിട്ട് തല അടിച്ചിട്ടാണ് ഇങ്ങനെ വീണത്. അപ്പം ശ്രുതിക്ക് പെട്ടെന്ന് ബോധം പോയിട്ട് ശ്രുതി അങ്ങനെ തന്നെ കിടക്കുവാണ്. അശ്വിൻ ദേഷ്യം കാണണം. വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഡിക്കി ഇങ്ങനെ തുറന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണും. പക്ഷെ അശ്വിൻ അത് മൈൻഡ് ചെയ്യില്ല. അശ്വിൻ ഡിക്കി അടക്കും. അതിനുശേഷമാണ് അശ്വിൻ ചെന്നൈയിലേക്ക് പോണത്. അതാണ് ശ്രുതിയും കൂടി അശ്വിൻ്റെ കൂടെ വരാൻ കാരണം കേട്ടോ. പിന്നെ ശ്രുതി ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ടില്ല, അത് വേറൊന്നുമല്ല, ശ്രുതി ഒന്ന് ബാത്റൂമിൽ പോകും. ബാത്റൂമിൽ പോകുമ്പോൾ ആ ഏരിയയിൽ ആ ഒരു ഫോറസ്റ്റ് പോലെ ഏരിയയിൽ 2 ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ ഒരു ആണുങ്ങളുടെ ഒരു പെണ്ണുങ്ങളുടെ. ശ്രുതി പെണ്ണുങ്ങളുടെ കയറും. അപ്പോൾ ആണുങ്ങളുടെ ബാത്റൂമിൽ ഒരു പെണ്ണ് കയറിയിട്ടുണ്ടാവും. ആ പെണ്ണ് ഒളിച്ചോടി വന്നായിരിക്കും. ആ പെണ്ണിന്റെ കാമുകന്റെ കൂടെ ഒളിച്ചോടി വന്നതാണ്. അപ്പോൾ വീട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ ശ്രുതി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ആ ബാത്റൂമിൽ പോകുമ്പോഴേക്കും ഡ്രസ്സ് അഴിച്ച് വാതിലുമേൽ ഡോറിൽ വെച്ചിട്ടുണ്ടാവും. ഈ പെണ്ണ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ വീട്ടുകാർ അന്വേഷിച്ച് വരുമ്പോഴേക്കും പടം കൊടുത്തിട്ടുണ്ടാവും, ഇന്ന ഡ്രസ്സിൽ ഇന്ന പെൺകുട്ടിനെ കാണാതായെന്നല്ലേ. അപ്പോൾ ഈ പെൺകുട്ടി ഡ്രസ്സ് മാറ്റിയിട്ട് ശ്രുതിയുടെ ഡ്രസ്സ് എടുത്തിട്ട് ആ പെൺകുട്ടി ഇട്ടിട്ട് ആ പെൺകുട്ടിയുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകും. പകരം നമ്മുടെ ശ്രുതി ആണെങ്കിൽ നോക്കുമ്പോൾ ഡ്രസ്സ് കാണുന്നില്ല. പിന്നെ ശ്രുതിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആ പെണ്ണിന്റെ ഡ്രസ്സ് എടുത്തിടാണ്. അതാണ് മോഡേൺ ഡ്രസ്സിലിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ശ്രുതിനെ അശ്വിൻ കാണുമ്പോഴേക്കും വല്ലാതെ അശ്വിൻ ഒരു എക്സൈറ്റ്മെന്റ്, ആ പുതിയൊരു ഡ്രസ്സിൽ കാണുമ്പോൾ അതാണ് അശ്വിൻ വായ പൊളിച്ചിങ്ങനെ നിൽക്കുന്നത്. ശരിക്കും ഹിന്ദിയിൽ ശ്രുതി ഇടുന്നത് ഒരു മണവാട്ടിയുടെ ഡ്രസ്സാണ്. ആ പെണ്ണ് മണവാട്ടിപ്പെണ്ണാണ് ഒളിച്ചോടി പോണത് കാമൂരുടെ. ആ മണവാട്ടിപ്പെണ്ണിൽ ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ചെറിയ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സാണ്, ചെറിയ ബ്ലൗസും പാവാടെ, ആ ഡ്രസ്സാണ് ശരിക്കും ശ്രുതി ഹിന്ദിയിൽ ഇടുന്നത് കേട്ടോ. ശരിക്കും ആ വേഷം കാണുമ്പോഴാണ് നമ്മുടെ അശ്വിൻ കൺട്രോൾ പോയ പോലെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ മോഡേൺ ഡ്രസ്സിലായതുകൊണ്ടും അശ്വിൻ ഇങ്ങനെ വായ പൊളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിന് ആ വേഷത്തിൽ കാണുമ്പോൾ അശ്വിൻ ആകെ ഞെട്ടിപ്പോകുവാണ്. നമ്മുടെ ഹിന്ദിയിൽ മണവാട്ടിപ്പെണ്ണിന്റെ വേഷമാണെങ്കിൽ ഇതിൽ മോഡേൺ ഡ്രസ്സാണ്. എന്തായാലും നല്ല നല്ല ഭാഗങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അത് ഞാൻ നാളത്തെ റിവ്യൂവിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇത് സ്വപ്നമാണ്. ഇത് സ്വപ്നമല്ല, ഇത് ശരിക്കും റിയൽ ആണ്. ഇത് മാത്രം, ഇതിനപ്പുറം വേറെ നല്ല നല്ല ഭാഗങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.